ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലേഴ്സ്. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ പരീക്ഷ പേപ്പറിലും സാധാരണ കാണാറുള്ള കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. +2 മാത്സിൽ പ്രത്യേകിച്ച് അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പരീക്ഷയ്ക്ക് കുറേ കൊല്ലങ്ങളായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതേ ചോദ്യം വരണമെന്നില്ല, പക്ഷെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതിലെ പല ചോദ്യങ്ങളും ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം. ആദ്യം പറയാനുള്ളത് മാത്സ് ആണ്. +2 മാത്സ് പെട്ടെന്ന് ഒരു 2 സ്റ്റെപ്പിൽ തീരില്ല. അതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ വരുന്നുണ്ട്. നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിക്കണം. ഒരു 8 ചോദ്യമെങ്കിലും ഉറപ്പുള്ളത് പഠിക്കണം എന്നുള്ളവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങൾക്കിപ്പോൾ ഒട്ടും ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ശ്രദ്ധിച്ചിരുന്നാൽ ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ആദ്യം ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ വീഡിയോയിൽ പറയുന്നതെങ്കിൽ ഞാൻ പഠിക്കട്ടെ, ഉറപ്പുള്ള ഒരു 8 ചോദ്യമെങ്കിൽ ഞാൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഈ 8 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 40 മാർക്കിനടുത്ത് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ കൂടുതലും വാങ്ങാൻ പറ്റും. അത്രയും കുറേ തവണകളായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം. പിന്നെ പറയുന്നു, ഈ മോഡൽ കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഇനി പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കണം, ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങാത്തവരുണ്ട്, ഇപ്പൊ ബുക്ക് എടുത്തവരുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പബ്ലിക്കിനെങ്കിലും പഠിക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. എല്ലാ സബ്ജക്റ്റും കൂടി 500 രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോ ക്ലാസ്സുകളാണ് അയച്ചു തരിക. ഇതിന്റെ ഒപ്പം ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളൊക്കെ ലൈവും ഉണ്ട്. പക്ഷേ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററിലും വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും. പ്ലസ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സുകളും ഉറപ്പുള്ള സെക്ഷൻസ് പഠിക്കുന്ന ലൈവ് കുറച്ച് ക്ലാസ്സുകളും ഉണ്ട്. മാർച്ച് 1 വരെയാണ് ഈ ബാച്ച് ഉണ്ടാവുക. താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും, എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഈ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ബേസിക് തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക. നമ്മൾ ഈ മോഡൽ എക്സാം ഒക്കെ നോക്കി അതിൽ വെയിറ്റേജ് ഒക്കെ പ്രകാരമുള്ള സ്റ്റഡി പ്ലാൻ തരും. അത് പ്രകാരം ക്ലാസ്സുകളും നമ്മൾ ഷെയർ ചെയ്യും. ലൈവ് ക്ലാസ്സുകളുണ്ട്, നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ച് പബ്ലിക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവരെ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല, ഇനിയെങ്കിലും പഠിക്കാൻ എന്നുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9746230801 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. എല്ലാ സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ പറയുന്നത് പ്രകാരം പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഫോണിലാണ് എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പലർക്കും ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് സംശയം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ഒരു ചോദ്യമാണ് കേട്ടോ. ഈ പാഠത്തിന് 9 മാർക്കാണ് വെയിറ്റേജ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്ക് ഉള്ളത്. ഇതിന് കണ്ടിന്യൂറ്റിന്ന് ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കും. ഡിഫറൻഷ്യബിലിറ്റിന്ന് ഒരു 6 മാർക്കിന്റെ ചോദ്യം 2, 2, 2 വെച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ 9 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പാടാണ്. ഇതിൽ നിന്നുള്ള ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള മോർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ഓൾറെഡി താഴെ കമന്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടാം. ഇതിൽ നിന്നൊക്കെയുള്ള മോർ ക്വസ്റ്റ്യൻസും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ചാപ്റ്റർ, ഇന്റഗ്രേഷൻ ആവട്ടെ, മെട്രിക്സ് ആവട്ടെ, ഗ്രാഫ് ആവട്ടെ, അതിൽ നിന്നൊക്കെയുള്ള മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് dy/dx ഇഫ് a b എന്ന് പറഞ്ഞിട്ട് 2 സംഭവം തന്നിട്ടുണ്ട്. ഇതിന്റെ dy/dx കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് e⁻y=x എന്ന് തന്നിട്ട് ഇതാണെന്ന് പ്രൂവ് ചെയ്യുക. ഇങ്ങനെയാണ് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 6 മാർക്കിന്റെ ചോദ്യമാണ്. എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ ഒന്നും അറിയില്ല എന്നുള്ളവരാണെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, y=cos എഴുതിയിട്ട് ബ്രാക്കറ്റിൽ √x എന്നാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ dy/dx കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ പഠിക്കുക. വൈയുടെ ഡെറിവേറ്റീവ് dy/dx എന്നാണ് നമ്മൾ എഴുതുക. വൈയുടെ ഡെറിവേറ്റീവ് dy/dx. കോസിന്റെ ഡെറിവേറ്റീവ് അറിയാത്തവർ ഇപ്പൊ തന്നെ പഠിക്കുക. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. ഓക്കെ, കോസിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ. സോ കോസിന്റെ നമ്മൾ എഴുതുക മൈനസ് സൈൻ എഴുതുക, ഒപ്പം അതിന്റെ ബ്രാക്കറ്റും കൂടി എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു എന്ന് എഴുതിയിട്ട് ഇനി √xന്റെ ഡെറിവേറ്റീവ് എഴുതുക. √xന്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. സോ 1/2 √x കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. അപ്പൊ എന്താ ചെയ്ത്, ആദ്യം കോസിന്റെ ഡെറിവേറ്റീവ് എഴുതി മൈനസ് സൈൻ ബ്രാക്കറ്റും ഒപ്പം എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് ബ്രാക്കറ്റിന്റെ ഡെറിവേറ്റീവ് തൊട്ടിപ്പുറത്ത് എഴുതുക. സോ ഇത്ര എഴുതിയാൽ മതി, ആൻസർ ആയി. ഇനി ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇനി ബി ക്വസ്റ്റിന്റെ ചോദ്യത്തിൽ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 2 സംഭവം തന്നിട്ടുണ്ട്. x = a × 1 - cos θ,
y ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. എക്സും വൈയും ഇത് എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് പാരാമെട്രിക് ഫോം എന്നാണ് പറയുക. ഈ പാഠത്തിൽ നിന്ന് ഓരോ ടോപ്പിക് വൈസ് നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ അറിയാം. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഈ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറിയണം, ഒപ്പം മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ഇനിയും അഡ്മിഷൻ എടുത്ത ആ ക്ലാസ്സുകൾ പ്രോപ്പറായി കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ എക്സും വൈയും നിങ്ങൾക്ക് തന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് dy/dx ആണ്. ഇതാണ് ചോദ്യം. നമുക്ക് എക്സും വൈയെ തന്നിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ രണ്ടെണ്ണം തന്നിട്ട് എക്സ് ഒരെണ്ണം തരുന്നു, ഇതുപോലെ കോസ് തീറ്റ. ചിലപ്പോൾ ഈ തീറ്റയ്ക്ക് പകരം വല്ല ടി വെച്ചിട്ടുള്ള ആളൊക്കെ ആവും. ടി 2at സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ എന്തോ ആവട്ടെ, നിങ്ങൾ ആ എക്സും വൈയും എടുത്ത് എഴുതുക. എന്നിട്ട് രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് അപ്പം തന്നെ കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ dx/d തീറ്റ നമുക്ക് എഴുതാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് dx/ ഇവിടെ തീറ്റ അല്ലേ, ഇവിടെ എക്സും ഇവിടെ തീറ്റയാണ്. സോ dx/d തീറ്റ എന്ന് എഴുതാം. ഇവിടെ വൈയും ഇവിടെ തീറ്റയാണ്. സോ dy/d തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ടി എന്നാണെങ്കിൽ ഇവിടെ ടി എന്ന് വരും, അത്രേ ഉള്ളൂ. യു ആണെങ്കിൽ ഇവിടെ യു എന്ന് വരും. സോ ഇവിടെ തീറ്റ എന്നും ഇവിടെ എക്സ് എന്നുമാണ്. സോ dx/d തീറ്റ dy/d തീറ്റ എന്നാണ് എഴുതേണ്ടത്. ഇനി എ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ ഒപ്പം ഒരു ബ്രാക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് ഒറ്റയ്ക്കല്ല, അതിൻ്റെ ഒപ്പം വേറൊരു ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെ അതുപോലെ തന്നെ എഴുതാം. ഇനി 1 എന്ന് പറഞ്ഞ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് 1. സോ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. വല്ല നമ്പറുകളൊക്കെ ഒറ്റയ്ക്ക് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, അത് എഴുതണ്ട. ഇനി മൈനസ് എഴുതാം. ഇനി കോസ് തീറ്റയുടെ എന്താണ്, ഞാൻ നേരത്തെ പഠിപ്പിച്ചു. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, മൈനസ് സൈൻ തീറ്റ. സോ ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആയിട്ട് എ സൈൻ തീറ്റ എന്ന് കിട്ടിക്കഴിഞ്ഞു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ എ ഉണ്ട്, അത് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, അതുകൊണ്ട് അത് എഴുതണ്ട. ഇനി മൈനസ് കൊടുക്കാം. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്. ഇതറിയണം, ഇത് പഠിക്കണം. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനും സൈൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് കോസും ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. മൈനസ് പുറത്തിട്ടിട്ട് എ കോസ് തീറ്റ എന്ന് എഴുതാം. ഇപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി, dx/d തീറ്റയും dy/d തീറ്റയും കിട്ടി. ചോദ്യം dy/dx ആ. നമുക്ക് ഡി തീറ്റകളൊക്കെയാണ് കിട്ടിയില്ല. സോ dy/dx കാണാൻ ചെയ്യേണ്ടത് ഈ രണ്ടും കൂടി അങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കിട്ടിയ ഈ ആൻസർ വേണം ആദ്യം എഴുതാൻ, ഈ വൈയുടെ ആൻസർ വേണം ആദ്യം എഴുതാൻ. ഡിവൈഡഡ് ബൈ പിന്നെ എക്സിൻ്റെ ഇതാ ഇങ്ങനെ എഴുതുക. എ ക്യാൻസൽ ചെയ്താൽ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്. സോ മൈനസ് കോട്ട് തീറ്റ ആണ് ആൻസർ കിട്ടും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്, കോട്ട് തീറ്റയാണ്. സോ മൈനസ് കോട്ട് തീറ്റ ആണ് ആൻസറായി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇതാണ് ആ ഒരു ചോദ്യം. ഇനി അതിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. e⁻y = x ആണെങ്കിൽ, ഇതാണ് ചോദ്യം. e⁻y = x ആണെങ്കിൽ then show that d²y/dx² plus dy/dx the whole square equal to 0. ഇത് തന്നിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് കൂട്ടുമ്പോൾ 0 കിട്ടും എന്ന് നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സംഭവം എഴുതാം. e⁻y = x എന്ന് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, e⁻y ഡെറിവേറ്റീവ് എന്താണ്? നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് e⁻y തന്നെയാണ്. അതേത് ചോദ്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. e⁻y എന്ന് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് e⁻y ഡെറിവേറ്റീവ് e⁻y തന്നെയാണ്. ഇനി മുകളിലുള്ള വൈയുടെ ഒപ്പം എഴുതണം. വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്. ഓക്കെ, ഇനി ഈക്വൽ ടു എക്സിന് ഡെറിവേറ്റീവ് 1. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? e⁻x എന്ന് വന്നാൽ e⁻x ആണ്. e⁻y എന്ന് വന്നാൽ e⁻y തന്നെയാണ്. വൈയുടെ ഒപ്പം എഴുതണം. അതാണ് ഇവിടെ ചെയ്തത്. എക്സിന് ഡെറിവേറ്റീവ് നമ്മൾ 1 എന്നും കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പോണത് നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കുക. നമ്മുടെ ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ dy/dx നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവർ പറയുന്നു d²y/dx² കണ്ടുപിടിക്കണം, dy/dxൻ്റെ സ്ക്വയറും കാണണം, എന്നിട്ട് കൂട്ടുമ്പോൾ 0 എന്ന് കിട്ടണം. അപ്പോൾ നമ്മളത് ഇങ്ങനെ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ,
ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ട് പ്രൊഡക്റ്റ് റൂൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി, ഇതിനവിടെ വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എന്താ പ്രൊഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സിൻ്റെ ഒരു ഡെറിവേറ്റീവും കൂടി എന്ന് പറഞ്ഞാൽ എന്താ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതാ, രണ്ടാമത്തെ ഡെറിവേറ്റീവ് എഴുതാ. രണ്ടാമത്തെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി dy ബൈ ഡി എക്സ് ആണ്. അതിനൊരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാവും. പ്ലസ് ഇനി സെക്കൻഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ്. ഇ റേസ് ടു വൈ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു വൈ ഇൻറ്റു dy ബൈ ഡി എക്സ് ആണ്. ഇനി 1ന് ഡെറിവേറ്റീവ് 0. ഇതാണ് പ്രൊഡക്റ്റ് റൂള്. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതി, ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. ഇനി സെക്കൻഡ് അതുപോലെ എഴുതി, dy ബൈ ഡി എക്സ് അതുപോലെ എഴുതി, ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് എഴുതി. കണ്ടോ? ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ ഇൻറ്റു dy ബൈ ഡി എക്സ്. കണ്ടോ? അപ്പോൾ ഈ ബ്രാക്കറ്റിലിട്ട് ഡെറിവേറ്റീവ് ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് നമുക്ക് കിട്ടി. എന്താ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ റേസ് ടു വൈകൾ കോമൺ ആയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു വൈ എന്ന് പറയുന്നത് ഇതും ഇതും, അത് രണ്ടും പുറത്തേക്ക് പോയാൽ ബാക്കി ആരുള്ളത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഉണ്ട്. ഈ രണ്ട് അണ്ടർലൈൻ ചെയ്ത് നോക്കണ്ട, ബാക്കി ആരൊക്കെ ഉണ്ട് നോക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് രണ്ടെണ്ണം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് രണ്ടെണ്ണം സ്ക്വയറും ഉണ്ട്. ഈക്വൽ ടു 0. ഇത് അങ്ങോട്ട് പോകുമ്പോൾ 0 ആയിട്ട് പോകും. ഈ 0യുടെ താഴത്തേക്ക് ഇ റേസ് ടു വൈ പോവും. അപ്പോൾ നമുക്ക് കിട്ടും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ഇതാണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ 0. നമ്മളതാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് അപ്പോൾ അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നിട്ടും ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ഇൻ്റഗ്രൽസിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഇൻ്റഗ്രൽസിൻ്റെ ഒക്കെ ബേസിക് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നൊക്കെ ഇരുന്നാലും ഈ പറയുന്ന ചോദ്യങ്ങൾ നോക്കുക. അപ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിന്ന് നമുക്ക് ഒരു 6 മാർക്ക് എന്തായാലും ചോദിക്കും. ഡിഫറൻഷ്യബിലിറ്റിന്ന് 6 മാർക്കും 3 മാർക്ക് കണ്ടിന്യൂറ്റി എന്നാണ് ചോദിക്കുക. അപ്പോൾ 9 മാർക്കിൻ്റെ വെയിറ്റേജ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്ക് ഉണ്ട്. ഇതേപോലെ ഇൻ്റഗ്രൽസ് ഒരു 6 മാർക്കിനാണ് വെയിറ്റേജ് ഉള്ളത്. ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ഭാഗം അതിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 6 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ നോക്കാം. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും ഒരു 6 മാർക്ക് 8 മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കി, ഡെറിവേറ്റീവ്സിൽ നിന്ന് ഒരു 6 മാർക്കിൻ്റെ ചോദ്യം കണ്ടു. രണ്ടാമത്തത് ഇൻ്റഗ്രൽസിൽ നോക്കാം. അത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 2x + 3dx. അപ്പോൾ ഇതാ ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ചോദ്യം. പിന്നെ എന്താ ഇവിടെ ഒരു ചോദ്യം. ഈ 3 നമുക്ക് ഓരോന്നൊന്ന് ചെയ്ത് നോക്കി നോക്കാം. ഒന്നും അറിയാത്തവരാണെങ്കിലും ഈ ചോദ്യം ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഇതെങ്കിലും ചെയ്ത് പഠിക്കുക. ഇനി ഇൻ്റഗ്രൽസൊക്കെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, പബ്ലിക്കിനെങ്കിലും ഉറപ്പുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കി പഠിക്കണം, മോർ ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നുള്ളവർ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ അയച്ചു തരും, ഓരോന്നായിട്ട് ഇനിയുള്ള ദിവസമെങ്കിലും പഠിക്കുക കേട്ടോ. ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ഈ സംഭവം, ഈ തന്നിരിക്കുന്ന സംഭവം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ ചോദ്യമാണിത്. 2 മാർക്കാണ് ഇതിനുള്ളത്. സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 2x ആക്കുക പ്ലസ് ഇൻ്റഗ്രൽ 3 ആക്കുക. 2x ഉണ്ട് 3 ഉണ്ട്. 2xന് ഒരു ഇൻ്റഗ്രേഷൻ കൊടുക്കുക, ഒപ്പം dx എഴുതണം. 3ക്ക് ഒരു ഇൻ്റഗ്രേഷൻ കൊടുക്കുക, dx എഴുതുക. ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ അപ്പം dx എന്ന് വേണം. ഇപ്പോൾ ഇൻ്റഗ്രൽ 2x dx, ഇൻ്റഗ്രൽ 3dx ഇങ്ങനെ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പം നമ്മളിത് ഇങ്ങനെ കൊടുത്തു, ഇൻ്റഗ്രേഷൻ കൊടുത്തു. ഇതിനൊക്കെ 0 to 1 എന്നുള്ളത് കൊടുക്കണം. ആ കാര്യം മറക്കണ്ട. ഇനി ചെയ്യേണ്ട കാര്യം, ഈ നമ്പറിനൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുക. 2 എന്നുണ്ട്, 2നെ പുറത്തേക്ക് എടുത്താൽ x dx എന്നായി. ഇവിടെ 3 ഉണ്ട്, 3 പുറത്തേക്ക് എടുത്താൽ വെറും dx എന്നായി. അപ്പോൾ ഈ നമ്പേഴ്സിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. 0 to 1 എന്നുള്ളത് കൊടുക്കുക. ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. 2 into
ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതുക. എന്തായിരിക്കും ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സിന് മുകളിൽ ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. ഒരു എക്സ് എന്നാണ് അർത്ഥം. ആ 1ൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയിട്ട് 2 എന്നാക്കിയിട്ട് മുകളിലും കൊടുക്കുക താഴെയും കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് എക്സിന് മുകളിൽ ഒരു 1 ഉണ്ട്, ആ 1ൻ്റെ കൂടെ 1ഉം കൂടി കൂട്ടിയിട്ട് 2/2 എന്ന് എഴുതാം. ഇവിടെ 3 അതുപോലെ തന്നെ എഴുതിക്കോ. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആണ്. അറിയാത്തവർ അറിഞ്ഞിരിക്കുക, എക്സ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇനി ഇവിടെ നമുക്ക് 0 to 1 0 to 1 കൊടുക്കാം. സോ ഇൻ്റഗ്രേഷൻ ആൻസേഴ്സ് നമ്മൾ എഴുതി. ഇനി നമുക്കിവിടെ 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇൻ്റഗ്രൽ എക്സ് സ്ക്വയറും 3 into എക്സും ആണുള്ളത്. ഇവിടെയൊക്കെ 0 to 1 0 to 1 എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? എക്സ് സ്ക്വയർ പ്ലസ് 3x എന്ന് എഴുതിയിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം അങ്ങനെ കൊടുക്കാം. എക്സ് സ്ക്വയറും 3xും എഴുതിയിട്ട് 0 to 1 കൊടുക്കാം. ഇനി എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ എന്ന് വരും. 1 സ്ക്വയർ പ്ലസ് 3 into 1 എന്ന് വന്നു. ഇതാണ് ഒരാൾ. എക്സിൻ്റെ പൊസിഷനിലൊക്കെ നമ്മൾ ആരെ കൊടുത്തു? 1 കൊടുത്തു കേട്ടോ. 1 സ്ക്വയർ പ്ലസ് 3 into 1. ഇനി 0 കൊടുക്കുക. 0 സ്ക്വയർ പ്ലസ് 3 into 0 ഇങ്ങനെ വരും. ആദ്യം എക്സിന് 1 കൊടുത്തിട്ട് മൈനസ് കൊടുത്തിട്ട് വേണം 0 കൊടുക്കാൻ. അപ്പോൾ ഇവിടെ 1 + 3 - 0 എന്ന് പറഞ്ഞാൽ 3 + 1 എന്താ? 4. 4 - 0 4 ആൻസർ കിട്ടി. കണ്ടോ? ഇങ്ങനെയാണ് സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പോൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക, നമ്പേഴ്സ് പുറത്തേക്ക് എടുക്കുക, ഇൻ്റഗ്രേഷൻ ആൻസേഴ്സ് എഴുതുക, പിന്നെ അതിനെ ഒരുമിച്ചിട്ടിട്ട് മുകളിലത്തെ നമ്പർ കൊടുക്കുക, മൈനസ് താഴത്തെ നമ്പർ കൊടുത്താൽ ആൻസറായി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം ഇൻ്റഗ്രേഷനിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രേറ്റ് ഇൻ്റഗ്രൽ 1/x² + 2x + 2 ആണ് അടുത്തൊരു ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ഇതാണ്. 1/x² + 2x + 2 dx എന്നാണ് ചോദ്യം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ചോദ്യത്തിലെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. നമുക്ക് ഇത് ടീച്ചേഴ്സ് കാണുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് താഴെയുള്ള സംഭവം ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, നമ്മൾ ഇനി ഈ ചോദ്യത്തിലെ ഈ താഴത്തെ ആളെ നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പം അതുകൊണ്ട് ഈ താഴത്തെ ആൾ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, x² ഞാൻ എഴുതും, 2x ഞാൻ എഴുതും. എന്നിട്ട് ഇവിടെ പുതിയൊരാളെ കൂട്ടണം, കുറയ്ക്കണം. ഒരു നമ്പറിനെ ഞാനിവിടെ കൂട്ടും, അതേപോലെ തന്നെ ഞാനിവിടെ കുറയ്ക്കും. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ തൊട്ടിപ്പുറത്ത് ആരാണോ, എക്സിൻ്റെ തൊട്ടിപ്പുറത്ത് 2 ആണ്, ആ 2ൻ്റെ പകുതിയുടെ സ്ക്വയർ. അതാണ് പകുതിയുടെ സ്ക്വയർ, കൂട്ടുക കുറയ്ക്കുക. അപ്പോൾ എക്സിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടാലും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. x², പിന്നെ ഒരു എക്സ്, ഒരു നമ്പർ, ഇങ്ങനെയാണ് താഴെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ തൊട്ടിപ്പുറത്ത് ആരാണോ 2 ആണ്. എക്സിന് തൊട്ടിപ്പുറത്ത് ഒരു നമ്പർ ഉണ്ട് 2. അതിൻ്റെ പകുതി, 2ൻ്റെ പകുതി, 2ൻ്റെ പകുതി എന്താ 1, അതിൻ്റെ സ്ക്വയർ കൂട്ടുക, അത് തന്നെ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് വേണം ഇനി +2 എന്നുള്ളത് എഴുതാൻ. കണ്ടോ? അപ്പോൾ x² എഴുതി, 2x എഴുതി, 2 എഴുതി. പക്ഷെ അതിന് നടുവിൽ 2 ആൾക്കാർ പുതിയത് വന്നു. എക്സിൻ്റെ തൊട്ടിപ്പുറത്ത് ആരാണ്, അതിൻ്റെ പകുതിയുടെ സ്ക്വയർ 2 ആണ്, 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ കൂട്ടി കുറച്ചു കേട്ടോ. ഇവരൊരു ഗ്രൂപ്പ് ആക്കുക. x², 2x, 1² ഒരു ഗ്രൂപ്പ് ആക്കുക. ഇവിടെ എന്താവും? -1ൻ്റെ സ്ക്വയർ 1 എന്ന് വരും, +2 എന്ന് വരും, ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ ഇതിൽ നിന്നൊരു എക്സ് കൊടുക്കുക, ഇതിൽ നിന്നൊരു 1 കൊടുക്കുക, എന്നിട്ട് ഹോൾ സ്ക്വയർ കൊടുക്കുക. നമ്മൾ ചുരുക്കമാണ്. ഈ എക്സ്പാൻഡ് ഇത് എടുക്കുന്ന ആളെ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഈ എക്സും നോക്കുക, 1ഉം നോക്കുക, ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസും കൊടുക്കുക. പക്ഷെ ഈ കിടക്കുന്ന ആളെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, x + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിൻ്റെ ആൻസർ എന്താ? -1 + 2 എന്താ? 1 ആണ്. അപ്പോൾ ഈ താഴെയുള്ള ആളെ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം, x + 1 ഹോൾ സ്ക്വയർ + 1. 1 നമുക്ക് സ്ക്വയർ ആയിട്ട് എഴുതാം. 1² 1 തന്നെയല്ലേ? 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ 1ന് പകരം 1² എന്ന് എഴുതാം, dx കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഈ താഴെയുള്ള ഈ ചോദ്യം നമ്മൾ എടുത്തിട്ട് എക്സിന് തൊട്ടിപ്പുറത്ത് ആരാണോ, 2 ആണെങ്കിൽ 2, 6 ആണെങ്കിൽ 6, അതിൻ്റെ പകുതി സ്ക്വയർ, പകുതിയുടെ സ്ക്വയർ കൂട്ടുക കുറയ്ക്കുക. ഇതിനൊരു ഗ്രൂപ്പാക്കി ഇങ്ങനെ എഴുതുക, ഇവരെ വേറെ ചെയ്യുക, 2 നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഏത് ഫോമിലാണ് വന്നേക്കുന്നത് അറിയോ? ഇൻ്റഗ്രൽ
1/x² + a² dx എന്നുള്ള ഫോമിലാണ്. ഇൻ്റഗ്രൽ dx ബൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/x² + a² എന്നുള്ള ഫോമിൽ വന്നാൽ ഇതിൻ്റെ ഇക്വേഷൻ tan ഇൻവേഴ്സ് ഓഫ് x + c എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിലെ നമുക്കിപ്പോൾ കിട്ടിയത്, നമ്മളെ ചോദ്യം ഇതായിരുന്നു, x² + 2x + 2 എന്നായിരുന്നു ചോദ്യം. അതിലെ താഴത്തെ ആളെ നമ്മൾ മാറ്റിയിട്ട് 1 × dx dx x + 1² + 1² എന്നാക്കി. ഉണ്ടാ എക്സിൻ്റെ ടേം ഇതാ ഇവിടെ, ഇതാണ് എക്സിൻ്റെ ടേം, അതിൻ്റെ സ്ക്വയർ, ഇത് എയുടെ ടേം. അപ്പം x² + a² എന്നുള്ള ടേമിലാണ് താഴെ കിടക്കുന്നത്, എക്സിൻ്റെ സ്ക്വയറും എയുടെ സ്ക്വയറും. ഇങ്ങനെ വന്നാൽ നമ്മൾ ഇക്വേഷൻ്റെ tan ഇൻവേഴ്സ് ഓഫ് x + c. അപ്പോൾ ആൻസർ, ഇതിൻ്റെ ആൻസർ tan ഇൻവേഴ്സ് ഓഫ് x ഇവിടെ ഇയാളാണ്, tan ഇൻവേഴ്സ് ഓഫ് x + 1 + c. ഈ കിടക്കുന്ന ടേമാണ് എക്സിൻ്റെ ടേം കേട്ടോ. സ്ക്വയർ എടുക്കേണ്ട, tan ഇൻവേഴ്സ് ഓഫ് ഇക്വേഷൻ തന്നിരിക്കുക tan ഇൻവേഴ്സ് ഓഫ് x + c. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഇങ്ങനത്തെ കുറച്ചൊക്കെ ചെയ്ത് പഠിക്കണം ആക്ച്വലി, എന്നാലാണ് ഇതൊക്കെ നമുക്ക് എന്ത് വന്നാലും ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റനെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നില്ലേന്ന് നോക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തത് ഇൻ്റഗ്രേഷൻ തന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ 0 to π/2 √cos x √cos x + √sin x. കുറേ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ കുറേ തവണ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ cos x-ന് പകരം sin x വന്നാൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. √cos x-ന് പകരം ഇവിടെ √sin x അങ്ങനെയൊക്കെ വരാം. അപ്പോൾ എന്ത് വന്നാലും ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ റൂട്ടാണ്, ചിലപ്പോൾ റൂട്ടിന് പകരം cos³ x / sin³ x അങ്ങനെയൊക്കെ വരാം. ഇതേ മോഡൽ തന്നെ വേറെ രീതിയിലും ചോദിക്കാം. അപ്പോൾ ഒരേ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഈ ചോദ്യത്തിന് i എന്നൊരു പേര് കൊടുക്കുക. ഫസ്റ്റ് നന്നായി ചെയ്ത് പഠിക്കണേ. എന്നിട്ട് ഐയുടെ ആൻസർ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് i ആണ്. സോ ഐയുടെ ആൻസർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ 0 to π/2 എന്ന് കൊടുക്കാം. എന്നിട്ട് എല്ലാ എക്സിൻ്റെ അവിടെയും π/2 - x, ഇവിടെ π/2 അല്ലേ, അതുകൊണ്ട് എല്ലാ എക്സിൻ്റെ അവിടെയും നമുക്കിനി കോസ് എക്സ് ഉള്ളിടത്തൊക്കെ π/2 - x എന്ന് കൊടുക്കാം. ഇവിടെ എല്ലാ എക്സിൻ്റെ പൊസിഷനിലും കോസ് എക്സ് അല്ല, എക്സിൻ്റെ അവിടെയൊക്കെ നമുക്കിനി π/2 - x. √sin x അല്ല, sin π/2 - x എന്ന് കൊടുക്കാം. മുകളിലെ π/2 ആണെങ്കിൽ എക്സുകൾക്കൊക്കെ എന്ത് കൊടുക്കാം, π/2 - x എന്ന് കൊടുക്കാം. എക്സിൻ്റെ എല്ലാ എക്സുകൾക്കും കണ്ട ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്തു. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് 0 to π/2 കൊടുത്തോ, എവിടെയെങ്കിലും കോസ് π/2 - x എന്ന് പറഞ്ഞാൽ അത് sin x ആണ്. കോസ് സൈനാവും, സൈന് കോസും ആവും. അതായത് ഈ മുകൾ ഭാഗം, ഇതിൻ്റെ ആൻസർ എന്താ, അതൊരു ഇക്വേഷനാണ്, ട്രിഗണോമെട്രി ഇക്വേഷനാണ്. കോസ് π/2 - x എന്ന് പറഞ്ഞാൽ അത് വെറും sin x ആണ്. ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ കോസ് എന്നുള്ള ഭാഗത്ത് എന്തായി, sin x എന്നായി, സൈൻ എന്നുള്ള ഭാഗത്ത് കോസ് x എന്നാവും, നേരെ ഓപ്പോസിറ്റ് ആവും. കണ്ടോ? അപ്പോൾ നമ്മൾ ചോദ്യം ഇവിടെ ഉണ്ട്, 1i എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ എക്സിനൊക്കെ π/2 - x π/2 - x എന്ന് കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇത് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇത് ജസ്റ്റ് 1 എന്ന് മാർക്ക് ചെയ്യാം, ഇത് 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഐയുടെ ആൻസർ നമ്മൾ ചെയ്തു വന്നു, 2 കിട്ടി. അപ്പോൾ ഇതാ ഇവിടെ ഒരു i കിട്ടി, ഇവിടെ ഇതാ വേറൊരു i കിട്ടി. രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക, i + i കൂട്ടിയാൽ 2i എന്ന് കിട്ടും. ആദ്യത്തെ i എന്താ നമ്മളെ ചോദ്യം, √cos x √cos x + √sin x. ഇത് നമ്മളെ ചോദ്യം. ചെയ്തു വന്നപ്പോൾ 0 to π/2 കൊടുക്കണേ. ചെയ്തു വന്നപ്പോൾ നമുക്കിതാ ഇത് ഫസ്റ്റത്തെ i, ചെയ്തു വന്നപ്പോൾ നമുക്കിതാ വേറൊരു i കിട്ടി, 2 എന്ന് പറഞ്ഞിട്ട് അതും കൂടി നമുക്ക് കൊടുക്കാം. √cos x എന്നുള്ളത് √sin x ആയി, കോസ് എന്നുള്ളിടത്തൊക്കെ സൈനായി, സൈൻ എന്നുള്ളിടത്തൊക്കെ കോസ് എന്ന് വന്നു. ഇൻ്റഗ്രേഷൻ അതുകൊണ്ട് dx കൊടുക്കുക, 0 to π/2 കൊടുക്കുക. സോ രണ്ട് ഐയും കൂടി കൂട്ടിയപ്പോൾ 2i = ഇൻ്റഗ്രൽ 0 to π/2. ഇത് രണ്ടും തമ്മിൽ കൂട്ടാം. ഇതും കൂടി കൂട്ടുമ്പോൾ എന്ത് വരും, √cos x + √sin x എന്നാവും. √cos x + √sin x താഴെ സെയിമാ, കണ്ടോ? cos x + sin x, cos x + sin x രണ്ട് സെയിം ആണ്. അപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. താഴെ സെയിം ആണെങ്കിൽ ഒറ്റ ഒരെണ്ണം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. സോ രണ്ടും കൂടി ക്യാൻസലായി പോവും, ഒരേപോലെ വരും. സോ 2i = ഇത് വെട്ടിപ്പോയിട്ട് വെറും dx എന്നാവും. ഇൻ്റഗ്രൽ
0 to π/2 വെറും dx എന്നായി. ഇനി ഇൻ്റഗ്രൽ ഡി എക്സ് എന്താ? 2y ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നു എക്സ് ആണ്. എക്സിന് ഇനി 0 to π/2 കൊടുക്കാം. സോ 2i ഈക്വൽ ടു എക്സിന് π/2 കൊടുക്കാം, ദ π/2 മൈനസ് എക്സിന് 0 കൊടുക്കാം. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ 2i ഈക്വൽ ടു π/2 മൈനസ് 0 എന്താ? π/2 തന്നെയാണ്. അപ്പം i കാണാൻ ഈ 2നെ താഴത്തേക്ക് ഇട്ടാൽ π/4. നമ്മുടെ i എന്ന് പറഞ്ഞ ചോദ്യത്തിന് ആൻസർ കിട്ടി π/4. നന്നായി ചെയ്ത് പഠിക്കുക ഈ ചോദ്യം. ഇതേപോലെ വേറെ ഏത് വന്നാലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ചിലപ്പോൾ കോസ് ക്യൂബ് എക്സ് സൈൻ ക്യൂബ് അങ്ങനെയൊക്കെ വന്നാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തു പോവാം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. നമ്മൾ അടുത്ത് നോക്കുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക്. ഇപ്പം നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അതുപോലെ ഇപ്പോൾ ഇതാ ഇൻ്റഗ്രൽസിൽ നിന്ന് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മോർ ക്വസ്റ്റ്യൻസ് താഴെയുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുപോലെ ഞാൻ ചെയ്ത് പഠിപ്പിച്ച ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്തായാലും 3D, വെക്ടർ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, കണ്ടിന്യൂറ്റി, മെട്രിക്സ്, ഡിറ്റർമിനൻസ് ഒക്കെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാർക്കായി. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഉറപ്പുള്ള ചോദ്യങ്ങൾ കിട്ടണം എന്നുള്ളവരെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി പബ്ലിക്കിന് ഇതൊക്കെ നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ. അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കിട്ടും. ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ മാർച്ച് 1 വരെയെങ്കിലും ഈ മോഡൽ കഴിഞ്ഞിട്ടെങ്കിലും പഠിക്കണം എന്നുള്ളവർ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് ഉടൻ തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യം ഈ പാഠത്തിന് എന്തായാലും വരാറുണ്ട്. ഉറപ്പാണ് ഇങ്ങനെ ഒരു 4 മാർക്കിന് ചോദ്യം വന്നിരിക്കുന്നു ഞാൻ പറയും. അപ്പോൾ ഇതിപ്പോൾ ഒരു ബാഗിൻ്റെ പ്രോബ്ലം ആണ്. നോക്കാം. ദർ ആർ 2 bags. ഫസ്റ്റ് ബാഗ് കണ്ടെയ്ൻസ് 3 red and 5 black balls. സെക്കൻഡ് ബാഗ് കണ്ടെയ്ൻ 2 red and 6 black balls. One of the 2 bag is selected. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. 2 ബാഗ് ഉണ്ട്. ഫസ്റ്റ് ബാഗിൽ 3 റെഡും 5 ബ്ലാക്കും ആണ് ഉള്ളത്. സെക്കൻഡ് ബാഗിൽ 2 റെഡും 6 ബ്ലാക്കും ആണ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ആദ്യം കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമുക്കിവിടെ ഒരു കാര്യം കണ്ടുപിടിക്കാണ്ട്. 1 of the 2 bag is selected. അതൊന്നും ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. 1 of the 2 bag. ഇത് ബാഗ് 1 ഇത് ബാഗ് 2 സോ ഏത് ബാഗാന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? 1 of the 2 bag സെലക്റ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. സോ E1 എന്നൊരു ഇവന്റ് കൊടുക്കുക. ബാഗ് 1 സെലക്ട് ചെയ്തു. ബാഗ് 1 ഈസ് സെലക്റ്റഡ്. ഇനി E2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാഗ് 2 സെലക്റ്റഡ്. അവിടെ ഒരു പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യത്തിലില്ലെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം. 2 ബാഗിൽ ഒരു ബാഗ് എടുക്കണം. 1 of the 2 bag is selected. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ആദ്യം കണ്ടുപിടിക്കുക. 2ൽ ഏത് ബാഗ് എടുത്തു? അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെ കാണാം? അപ്പോൾ P of E1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 of the 2 ബാഗാണ്. ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള ചാൻസ് എന്താ? 2ൽ ഒരു ബാഗാണ് ബാഗ് 1. അപ്പോൾ അതിൻ്റെ ചാൻസ് 1/2 ആണ്. P of E2 എന്ന രണ്ടാമത്തെ ബാഗ് കിട്ടാനും 1/2 ആണ്. 50-50 ചാൻസ് ആണുള്ളത്. ഹാഫ് അല്ല, ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള പ്രോബിലിറ്റി P of E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ബാഗ് ഒരെണ്ണം ഉള്ളൂ, മൊത്തം ബാഗ് 2 1/2. അതുപോലെ രണ്ടാമത്തെ ബാഗിൽ നിന്ന് എടുക്കാനുള്ള ചാൻസ് എന്താ? പ്രോബിലിറ്റി എന്താ? രണ്ടാമത്തെ ബാഗ് ഒരെണ്ണം ഉള്ളൂ, മൊത്തം 2 ബാഗാണ്. 3 ബാഗ് ഉണ്ടെങ്കിൽ 1/3 എന്ന് വരും. അപ്പം ഇവിടെ 1/2 P of E1 കിട്ടി, P of E2 കിട്ടി. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. സോ 1 of the 2 bag is selected. നമ്മളത് ചെയ്തു. അറ്റ് റാൻഡം ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ. ഇതിനൊരു ബോൾ എടുത്തു. ഇഫ് ദ ബോൾ ഡ്രോൺ ഈസ് റെഡ് എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് അടുത്ത് കൊടുക്കുക. ഡ്രോയിങ് റെഡ് ബോൾ. ഒരു റെഡ് ബോൾ എടുത്തു. അപ്പം അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിച്ച് വെക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം എ എന്നാണ് നമ്മൾ റെഡിന് പേര് കൊടുത്തത്. എ എന്ന് പറഞ്ഞത് റെഡ് ബോൾ ആണ്. അപ്പോൾ റെഡ് ബോൾ ഒന്നാമത്തേന്ന് കിട്ടാനുള്ള ചാൻസ് എഴുതുക. റെഡ് ബോൾ ഒന്നാമത്തെ ബാഗ് E1 ഇങ്ങനെയാണ് എഴുതുക.
പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താ, റെഡ് ബോൾ എടുത്തു ഒന്നീന്ന്, ഒന്നാമത്തെ ബേഗിന് E1 റെഡ് എടുത്തു. അപ്പം എത്ര റെഡ് ഉണ്ട് അവിടെ? 3. അവിടെ മൊത്തം എത്ര ബോൾസുകൾ ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 3/8. അതുപോലെ പി ഓഫ് റെഡ് എടുക്കണം രണ്ടാമത്തെ ബേഗിന്ന്, എത്ര റെഡ് ഉണ്ട് അവിടെ? 2 റെഡ്. മൊത്തം എത്ര ബോൾസ് ഉണ്ട്? 8 എണ്ണം. അത് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. കണ്ടോ, നമ്മൾ ചോദ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ബേഗ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ബേഗിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിച്ചു, റെഡ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ റെഡിൻ്റെ പ്രോബിലിറ്റിയും കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്നാമത്തെ ബേഗിൽ നിന്ന് റെഡ് കിട്ടുക, റെഡ് എടുത്തു ഒന്നാമത്തെ ബേഗ്. സോ പി ഓഫ് എ ഗിവൺ E1 നമ്മൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ ബേഗിൽ റെഡ് 3 എണ്ണമാണ്, മൊത്തം 8 ബോൾസും ഉണ്ട്. ഇനി രണ്ടാമത്തേൽ എത്ര റെഡ് ഉണ്ട് നോക്കിയേ. രണ്ടാമത്തേൽ ശരിക്കും 2 റെഡാണ് ഉള്ളത്, മൊത്തം 8 ബോൾസ്. അപ്പോൾ 2/8. കണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദ്യത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഇനി ചോദ്യം, ലാസ്റ്റ് ചോദ്യം എന്താ? വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ഫസ്റ്റ് ബേക്ക്? അപ്പോൾ ഇവർ പറയുന്നു വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ഫസ്റ്റ് ബേക്ക് എന്ന് പറഞ്ഞാൽ E1 നിന്നാണ് എ എടുത്തത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ബേഗിൻ്റെ, രണ്ടാമത്തെ ബേഗിൻ്റെ. ഇത് റെഡ് 1 എടുക്കുന്നു, റെഡ് 2 എടുക്കുന്നു. ഇനി ലാസ്റ്റ് ചോദ്യം എന്താ? പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് വാസ് ഫ്രം ഫസ്റ്റ് ബേഗ്. ഫസ്റ്റ് ബേഗിൽ നിന്നാണ് റെഡ് എടുത്തത്. അപ്പോൾ E1 ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ബേയേഴ്സ് തിയറം എന്നാണ് പറയുക. ഓക്കെ, ബേയേഴ്സ് തിയറം പ്രകാരം നമുക്കിത് കണ്ടുപിടിക്കാം. E1 ഗിവൺ എ എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പി ഓഫ് E1 ഇൻറ്റു തിരിച്ചിടുക പി ഓഫ് എ ഗിവൺ E1 എന്ന് കൊടുക്കുക മുകളിൽ. ഇത് തന്നെ ഒന്നുകൂടി താഴെ എഴുതുക, പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് തിരിച്ചിടുക എ ഗിവൺ E1. ഈ പ്ലസ് കൊടുത്തിട്ട് 2 രണ്ടും കൂടി ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ 2 ബേഗ് ഉണ്ട്. 2ൻ്റെ ഇതുപോലെ എഴുതുക. എങ്ങനെ? പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് തിരിച്ചിട്ടിട്ട് എ ഗിവൺ E2 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷനിലൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ അറിയാം വാല്യൂസ്. പി ഓഫ് E1 എന്താ? 1/2 ആണ്. അപ്പോൾ പി ഓഫ് E1 അവിടെ 1/2 ഇൻറ്റു എ ഗിവൺ E1 എന്താ? 3/8 ആണ്. കണ്ടോ? താഴെ അതിനെ വീണ്ടും ഇട്ട് കൊടുക്കണം, 1/2 ഇൻറ്റു 3/8. അടുത്തത് പി ഓഫ് E2 എന്താ? 1/2 ആണ്. എ ഗിവൺ E2 എന്താ? 2/8 ആണ്. കണ്ടോ? ഈ വാല്യൂസ് ഒക്കെ നമ്മളിവിടെ ഓൾറെഡി 4 എണ്ണം കണ്ടുപിടിച്ചത്, അതൊക്കെ ഇട്ട് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ബേയേഴ്സ് തിയറം പ്രകാരം ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ഫസ്റ്റ് ബേഗ്. അപ്പം ഇങ്ങനെ എഴുതി വാല്യൂസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. ആദ്യം പി ഓഫ് E1 എന്ന് കൊടുക്കുക. പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 1/2 ആണ് ഇൻറ്റു എ ഗിവൺ E1. റെഡ് ഫസ്റ്റത്തേന്ന് കിട്ടാനുള്ളത് 3/8 ആണ്. ഇനി ഇതന്നെ നമ്മൾ താഴെ ഒന്നും കൂടി എഴുതണം. പിന്നെ 2ൻ്റെ കേസ് ചെയ്താൽ പി ഓഫ് E2 1/2 ആണ്. എ ഗിവൺ E2 രണ്ടാമത്തെ ബേഗിലെ റെഡ് എ ഗിവൺ E2 2/8 ആണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 1 × 3 3 3/16 2 × 8 16. ഇവിടെ 1 × 3 3 3/2 × 8 16 പ്ലസ് 1 × 2 2 2/16 എന്ന് വരും. ഇനി ഇവിടെ എന്ത് ചെയ്യാം? 3/16 മുകളിൽ അതുപോലെ തന്നെ എഴുതിക്കോ, ഇതതുപോലെ തന്നെ എഴുതിക്കോ. ഇനി 3ഉം 2ഉം പ്ലസ് ചെയ്യുമ്പോൾ 5/16 താഴെ സെയിം അല്ലേ, അപ്പോൾ ഇവരെങ്ങനെ പ്ലസ് ചെയ്യാം? 3ഉം 2ഉം പ്ലസ് ചെയ്യുമ്പോൾ 5/16 16 16 ക്യാൻസൽ ചെയ്താൽ ആൻസർ 3/5. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ഫസ്റ്റ് ബേഗ്, ഫസ്റ്റ് ബേഗിൽ നിന്ന്, ഇപ്പോൾ ഇത് ഫസ്റ്റ് ബേഗാണ് E1 എന്നാണ് പറഞ്ഞിട്ട്, ഇനി സെക്കൻഡ് ബേഗ് എന്നായിരുന്നെങ്കിൽ E2 ഗിവൺ എ എന്നാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആൻസർ കിട്ടി, 3/5 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്ന് എല്ലാ പരീക്ഷയ്ക്കും സാധാരണ ചോദിക്കാറുള്ള ഒരു സെക്ഷനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 4 മാർക്കിനാണ് ഇത് പരീക്ഷയ്ക്ക് എല്ലാ കൊല്ലം എന്ന് പറഞ്ഞതുപോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ചോദ്യം, നോക്കിക്കോ. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ എത്തി, പ്രോബിലിറ്റി കഴിഞ്ഞു. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്. 2 ലൈൻസ് നിങ്ങൾക്ക് തന്നു, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. 4 മാർക്കിനാണ് ചോദ്യം.
അപ്പം ഇങ്ങനെ വന്നാൽ നമുക്ക് ഫസ്റ്റത്തെ ലൈൻ എഴുതാം ആർ ഈക്വൽ ടു ഐ പ്ലസ് ജെ ലാംഡ 2i മൈനസ് ജെ പ്ലസ് കെ. പിന്നെ വീണ്ടും ആർ ഈക്വൽ ടു 2i പ്ലസ് ജെ മൈനസ് കെ പ്ലസ് മ്യൂ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത് സ്ക്യൂ ലൈൻ എന്നാണ് പറയാം. ഇവരെ സ്ക്യൂ ലൈൻ, ഇവർക്ക് ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ലൈൻസിനിടയിൽ വരുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. ആംഗിൾ അല്ല, ഡിസ്റ്റൻസ്, സോറി, ഷോർട്ടസ്റ്റ് ആംഗിൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് സ്ക്യൂ ലൈനാണ്. സ്ക്യൂ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം വേറെ വേറെ ആയിരിക്കും. ഈ ഭാഗങ്ങൾ, ഈ ലാസ്റ്റ് വരുന്ന ഈ ബ്രാക്കറ്റ് വേറെ വേറെ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്ക്യൂ എന്ന് പറയും. സെയിം ആണെങ്കിൽ പാരലൽ എന്നും പറയും. സോ ഇത് വേറെ വേറെയാണ്. സോ ഇത് സ്ക്യൂ ലൈനാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടാസ്ക്, ഇവരെ നമ്മൾ A1 എന്ന് വിളിക്കും, ഇത് നമ്മൾ A2 എന്ന് വിളിക്കും, ഇതിനെ B1, ഇതിനെ B2. ഇതൊക്കെ ഒന്ന് എടുത്ത് എഴുതുക. അപ്പം സ്ക്യൂ ലൈനാണ്. ഇവർക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് SD, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. എന്നിട്ടൊരു മോഡുലസും കൂടി ഉണ്ട്. ഇതിൽ ഓരോ പീസ് കണ്ടുപിടിക്കുക. B1 B2 കൂടി ക്രോസ് ചെയ്യുക, A2 A1 കൂടി സബ്ട്രാക്ട് ചെയ്യുക. B1 B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ നമുക്കിതിൻ്റെ ആൻസറായി, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയി. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഓരോ ഭാഗം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ A1 A2 B1 B2 ഒക്കെ എടുത്ത് എഴുതുക. എന്നിട്ട് A2 A1 കുറയ്ക്കുക, B1 B2 കൂടി ക്രോസ് ചെയ്യുക, പിന്നെ ഡോട്ട് ചെയ്യുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്താൽ ഇതിൻ്റെ ആൻസറായി. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് A1 A2 ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം കേട്ടോ. ഫസ്റ്റത്തെ ടാസ്ക് അതാണ്. A1 I പ്ലസ് ജെ ആണ്, ഫസ്റ്റത്തെ ആളാണ്. കണ്ടോ, ഇതാണ് A1, ഇത് A2, ഇത് B1, ഇത് B2. അതൊക്കെ ഒന്ന് എടുത്ത് എഴുതുക. സോ A1 ഞാൻ എഴുതി, A2 എടുത്ത് എഴുതുക. എടുത്ത് എഴുതുമ്പോൾ തെറ്റ് വരരുത്. B1 എടുത്ത് എഴുതുക. ഇതാണ് B1. ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഓർഡർ പ്രകാരം എടുത്ത് എഴുതി. ഇനി ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടത് A2 A1 കൂടി ഒന്ന് കുറച്ച് വെച്ചോ. കുറയ്ക്കാനുണ്ട് നമുക്ക്. ആ ഇക്വേഷൻ പ്രകാരം കണ്ടോ, A2 A1 കൂടി ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതൊന്ന് കുറച്ച് വയ്ക്കാം. കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാം? A2 A1 കുറയ്ക്കണേ. 2i ഒരു i കുറയ്ക്കാം. 2 ഒരു i പോയാൽ ബാക്കി ഒരു i. ഒരു ജെന്ന് ഒരു ജെ കുറച്ചാൽ അവിടെ പോയി 0j അല്ലേ? ഒരു ജെ ഉള്ളൂ. ഇതിൽ നിന്ന് ഒരു ജെ, 1 1 കുറച്ചാൽ 0. പിന്നെ ഒരു മൈനസ് k ഉണ്ട്, അത് അവിടെ തന്നെ കിടക്കട്ടെ. കുറയ്ക്കാനായിട്ട് ഇവിടെ k ഇല്ല. അപ്പോൾ A2 മൈനസ് A1 ചെയ്തു വെച്ചു. ഇനി B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. നമ്മൾ ആ ഇക്വേഷൻ പ്രകാരം B1 B2 കൂടി ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട് നമുക്കുണ്ട്. ഇങ്ങനെയാണ് ക്രോസ് ചെയ്യുക. I J K എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഭാഗം നമ്മൾ ചെയ്തു. A2 മൈനസ് A1 ചെയ്തു. ഇനി B1 B2 കൂടി ക്രോസ് ചെയ്യാം. ഒപ്പം തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് താഴെ വേണം കേട്ടോ. അപ്പോൾ എങ്ങനെ ക്രോസ് ചെയ്യാം? ക്രോസ് ചെയ്യാനായിട്ട് ഇതിൽ എത്ര i ഉണ്ട്? 2i മൈനസ് 1j പ്ലസ് 1k അല്ലേ? 2i ഉണ്ട്, മൈനസ് 1j ഉണ്ട്, മൈനസ് 1j, മൈനസ് ഒരു j ഉണ്ട്, പ്ലസ് ഒരു k ഉണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 3i, അപ്പം 3i മൈനസ് 5j, സോ മൈനസ് 5 പ്ലസ് 2k. ഇങ്ങനെ കൊടുക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം i എഴുതുക. i ഇൻറ്റു ഐയുടെ റോയും കോളും കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുക. നോക്കിയത് ഇങ്ങനെ കട്ട് ചെയ്തു. ബാക്കിയുള്ളവർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തിട്ട് ഇവർ തമ്മിൽ മൈനസ് 1 ഇൻറ്റു 2, ആദ്യം ഇങ്ങോട്ടേക്കാണ് കേട്ടോ. മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. ഇനി മൈനസ്, നടുവിലൊരു മൈനസ് ഉണ്ട്. 1 ഇൻറ്റു മൈനസ് 5 മൈനസ് 5. കണ്ടോ? ഇനി ജെ ആണ്. ജെക്ക് മുമ്പ് ഒരു മൈനസ് നമ്മൾ കൊടുക്കണം. സോ ജെയുടെ റോയും ഈ കോളും കട്ട് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്കാണ് ആദ്യം. 2 ഇൻറ്റു 2 4. മൈനസ് ഉണ്ട് നടുവിൽ. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? 2 ഇൻറ്റു 2 ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്തു. 2 ഇൻറ്റു 2 ചെയ്തു 4. മൈനസിന് ഇവിടെ 1 ഇൻറ്റു 3 3. ഇനി പ്ലസ് കെ ആണ്. അപ്പോൾ ആദ്യം പ്ലസ് ഐ മൈനസ് ജെ. അപ്പോൾ ആദ്യം പ്ലസ് മൈനസ് പിന്നെ പ്ലസ് ആണ്. കെയുടെ റോയും കോളും കട്ട് ചെയ്താൽ ബാക്കി 2 ഇൻറ്റു, ആദ്യം ഇങ്ങോട്ട് കേട്ടോ, 2 ഇൻറ്റു മൈനസ് 5 മൈനസ് 10 മൈനസ് നടുവിൽ മൈനസ് ഉണ്ട്.
-1 × 3 -3. അപ്പോൾ എന്താവും ആൻസർ? I × -2 + 5 - j × 4 ന് 3 കുറച്ച് 1 k × -10 ഈ 2 -7 +3. സോ ഇവിടെ എന്താവും? I × -2 + 5 3 ആണ്. 1 × j j ആണ്. ഇനി k × -10 + 3 -7 ആണ്. അപ്പം ആൻസർ കിട്ടി. B1 ക്രോസ് B2ൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 3i മോഡ് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ, വെറും B1 ക്രോസ് B2 കിട്ടി. 3i - j -7k എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടി ഒപ്പം കണ്ടുപിടിച്ച് വെക്കുക. B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √ഓഫ് എന്നാണ് അർത്ഥം. √3ൻ്റെ സ്ക്വയർ പ്ലസ് -1ൻ്റെ സ്ക്വയർ പ്ലസ് -7ൻ്റെ സ്ക്വയർ. ഈ സൈഡിലെ നമ്പറുകളില്ലേ, -3 -1 -7, അതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്താൽ 3ൻ്റെ സ്ക്വയർ 9, 1ൻ്റെ സ്ക്വയർ 1, 7ൻ്റെ സ്ക്വയർ 49. നെഗറ്റീവ് ഒക്കെ പോകട്ടെ ഇവിടെ. അപ്പോൾ 50 √59 എന്ന് ആൻസർ വരും. അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ഇക്വേഷൻ പ്രകാരം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? B1 ക്രോസ് B2 ചെയ്ത് ഡോട്ട് ചെയ്യണം A2 - A1 പിന്നെ B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡും കാണണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ചെയ്തു. B1 B2 ക്രോസ് ചെയ്തു, A2 A1 കുറച്ചു, മാഗ്നിറ്റ്യൂഡും കണ്ടു. ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്യണം കൂടിയുണ്ട്. B1 ക്രോസ് B2ൻ്റെ ആൻസർ കിട്ടിയതും A2 - A1 കൂടി ഒന്ന് ഡോട്ട് ചെയ്യാം. അപ്പോൾ B1 ക്രോസ് B2 നമ്മൾ ചെയ്തു അല്ലേ? A2 - A1 ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. A2 - A1 എന്താ? I + 0j - k. ഇതാണ് A2 - A1. A2 - A1 ഇതാണ്. B1 ക്രോസ് B2 നമുക്ക് കിട്ടി. ഇത് അങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടി 3i - j - 7k. ഇതും കൂടി നമുക്കൊന്ന് ഡോട്ട് ചെയ്യാം. അപ്പോൾ ഇത് B1 ക്രോസ് B2, ഇത് A2 - A1 ഡോട്ട് ചെയ്യാം. ഡോട്ട് എങ്ങനെ ചെയ്യാമെന്ന് അറിയോ? ഇവിടെ 3, ഇവിടെ ഒരു i, 3 × 1 ചെയ്യാം. I j k എടുക്കരുത്. ഈ -j എന്ന് പറഞ്ഞാൽ -1j 0j കണ്ടോ. ഇനി ഇവിടെ 7k -7k -7 × -k -1k എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3, ഇവിടെ 0 എന്നാവും, ഇവിടെ +7 എന്നാവും. സോ 10 എന്ന ആൻസർ വരും. അപ്പോൾ മുകൾ ഭാഗത്ത് ഡോട്ട് ചെയ്തപ്പോൾ ആൻസർ 10ഉം താഴെ മാഗ്നിറ്റ്യൂഡ് കണ്ടു നമ്മൾ. B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇതാണ് B1 ക്രോസ് B2. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി √59. സോ 10/√59 ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യുക? അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. എന്നിട്ട് ആദ്യം A2 A1 കൂടി കുറയ്ക്കുക. B1 B2 കൂടി ഇതുപോലെ ക്രോസ് ചെയ്യുക. I j k കൊടുത്ത് ക്രോസ് ചെയ്യുക. അപ്പം തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 ലൈൻ ഇട്ടാൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ്. അപ്പം തന്നെ റൂട്ട് എടുക്കണം. റൂട്ട് ഈ സൈഡിലെ നമ്പറുകളുടെ സ്ക്വയർ കേട്ടോ. അത് എഴുതി പിന്നെ ഡോട്ട് ചെയ്യുക. രണ്ടും കൂടിയിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ I j k വരില്ല, സൈഡിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇൻറ്റഗ്രൽസ്, അതുപോലെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യം, പ്രോബബിലിറ്റിയിലെ ചോദ്യം, അങ്ങനെ കുറച്ച് മെജോറിറ്റി നല്ല വെയിറ്റേജ് ഉള്ള കുറച്ച് പാഠങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടത്. ഇതിൻ്റെ ബാക്കി ക്ലാസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അടുത്ത വീഡിയോയിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ 4 മാർക്കിൻ്റെ സിമ്പിൾ ചാപ്റ്ററാണ്. 4 മാർക്കിൻ്റെ ചോദ്യം, വെക്ടർ, അതുപോലെ ഡിറ്റർമിനൻ്റ്, മെട്രിക്സ്, അങ്ങനെ കുറച്ച് എളുപ്പമുള്ള പാഠങ്ങളിലൊക്കെ വരുന്ന 4 മാർക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക എല്ലാവരും. പിന്നെ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ഈ പറഞ്ഞ പാഠങ്ങളിൽ നിന്നൊക്കെ മോർ ക്വസ്റ്റ്യൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ ആർക്കെങ്കിലും ഈ മോഡൽ കഴിഞ്ഞിട്ട് പബ്ലിക്കിന് വേണ്ടി പഠിക്കണം, ഇതേപോലെ ഓരോ പാഠത്തിലെ ഉറപ്പുള്ള ചോദ്യമെങ്കിലും പഠിച്ച് മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 500 റുപ്പീസിന് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.